ലഹരിക്കെതിരായ പോരാട്ടത്തിന് സംസ്ഥാനത്ത് പുറത്തും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ക്യാൻസറിനോട് പൊരുതി ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ഒരു ഗായികയുണ്ട് ചെന്നൈയിൽ. ശ്രീദേവി തിരുവിഴ എന്നാണ് ആ ഗായികയുടെ പേര്. സംഗീതമെന്ന തന്റെ ആയുധം കൊണ്ട് ലഹരിക്കെതിരെ പൊരുതുകയാണ് ശ്രീദേവി. മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 24-ന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ എനിക്കൊപ്പം ചേരുന്നത് ഒരു പോരാളിയാണ്. ചെറുപ്പം മുതൽ സംഗീതത്തെ ലഹരിയാക്കിയിരുന്ന ഒരു അധ്യാപിക ശ്രീദേവി ടീച്ചർ ഒരു ക്യാൻസർ അതിജീവിതയാണ്. മാത്രമല്ല സംഗീതത്തിലൂടെയാണ് ടീച്ചറിൻ്റെ അസുഖമൊക്കെ മാറ്റിയെടുത്ത് കൂടുതൽ ഊർജ്ജത്തോടെ തിരിച്ചു വന്നത്. അതിനുശേഷം ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗത്തിനൊക്കെ എതിരെ കവിതകൾ ആലപിക്കുകയൊക്കെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടീച്ചർ വലിയ സന്തോഷമുണ്ട്, വലിയൊരു റിക്കവറിയൊക്കെ നടത്തി വന്നിരിക്കുകയാണ്. എന്തായിരുന്നു ഒരു അസുഖത്തിൻ്റെ ഒരു സ്റ്റാറ്റസ്, എങ്ങനെയാണ് റിക്കവർ ആയതൊക്കെ? ഞാൻ ഇപ്പോൾ ചെന്നൈയിലാണ്, 35 വർഷമായി ഞാൻ ചെന്നൈയിലാണ്. ഇവിടെ മഹാർഷി വിദ്യാമന്ദിറിൽ മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ എൻ്റെ ഫാമിലി, അച്ഛൻ്റെയും അമ്മയുടെയും ഫാമിലി എല്ലാവരും കലാകാരന്മാരാണ്. എൻ്റെ അനുജൻ ശ്രീമേനോൻ, എൻ്റെ അനുജൻ്റെ ശബ്ദം മലയാളികൾ മറക്കാനിടയില്ല. കാരണം കൈലാസനാഥനിലെ മഹാദേവൻ്റെ ശബ്ദം, പിന്നെ ചെന്നൈ എക്സ്പ്രസ്സിൽ ഷാരൂഖ് ഖാൻ്റെ വോയിസ്, അങ്ങനെ നിറയെ മൊഴിമാറ്റ പരമ്പരകളിലൊക്കെ ശബ്ദം കൊടുത്ത ആളാണ്. അവനായിരുന്നു എൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് സംഗീതത്തിൽ. പക്ഷെ അവനിങ്ങനെ ഓരോ പാട്ടുകളൊക്കെ പഠിക്കാൻ പറയും. അപ്പോൾ ഞാനിങ്ങനെ ഉഴപ്പി വിടും. ഞാൻ ജോലി, സ്കൂള് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ പെട്ടെന്ന് 50-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. അപ്പോൾ അതോടെ ഞാൻ സംഗീതം പൂർണ്ണമായിട്ട് നിർത്തി. ബട്ട് ഇൻ ബിറ്റ്വീൻ എനിക്ക് ക്യാൻസർ വന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞു. ബട്ട് കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് പോയി പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി എനിക്ക്. അങ്ങനെ അതൊക്കെ ഒരു വിൽപ്പോറുള്ള ആളാണ്. പക്ഷേ എൻ്റെ അനുജൻ്റെ പോക്കിനെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ്. എൻ്റെ അനുജന് വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു പാട്ടുകാരിയാവണം അങ്ങനെയൊക്കെ. പിന്നെ ഒരു 5-6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും ശക്തിപൂർവ്വം ഈ സംഗീത ലോകത്തേക്ക് വരിക ചെയ്ത ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. 4-5 ആൽബംസൊക്കെ പാടാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഞാൻ പാടുന്നത് എൻ്റെ അനുജന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, ക്യാൻസറിനെ പോലെ തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ലഹരി എന്നുള്ളത്. ലഹരി തന്നെ 2 ഉണ്ട്, നല്ല ലഹരി, ചീത്ത ലഹരി. ഇപ്പം ഞാൻ നല്ല ലഹരിക്ക് അടിമപ്പെട്ട ആളാണ്. ഞാൻ സംഗീതമാണ് എനിക്ക്. അപ്പം ഇതിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ആയുധം പേനയാണെന്ന് പറയണ മാതിരി ഞാനൊരു പാട്ടുകാരിയാണ്. എൻ്റെ ശബ്ദത്തിൽ കൂടി കവിതകൾ പാടുക, പാട്ട് പാടുക, അങ്ങനെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടിയത് വലിയൊരു കാര്യമല്ലേ. അങ്ങനെ ഈ കവിത ഞാൻ കമ്പോസ് ചെയ്ത് പാടി. അതിന് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരും. നമുക്ക് ആ സന്തോഷം കിട്ടുന്ന കവിത ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. എൻ്റെ വേദന നിറവാർന്ന വേദനയായിടുന്നു, പ്രിയമാകുമെന്നുടെ പൊന്മനസ്സ്. കാലങ്ങളായി ഞാൻ പരിത്യജിച്ച നീറുന്ന നോവുകളായിടുന്നു. ഞാനേകനായെന്നു മാറിടുമ്പോൾ നോവുകളെത്രയും എൻ്റെ കൂടെ. ഞാനെന്ന ചിന്തയിലായിടുമ്പോൾ പൊഴിയുന്നു എന്നുടെ മിഴിനീർക്കണം. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീഷ് ഭട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.